സോ വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാങ്ക് SSC ഫോക്കസ് ചെയ്ത ബാച്ച് സെഷനാണ് പോകുന്നത്. മെയിനായിട്ട് കൂടുതലും ബാങ്കിങ്ങിനെ ബേസ് ചെയ്ത ന്യൂസാണ് പോകുന്നത്. കാര്യം നമുക്ക് എക്സാംസ് അടുത്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഇപ്പം നമ്മളെ PO മെയിൻസും SBI ക്ലർക്കിൻ്റെ മെയിൻസും പിന്നെ നമ്മൾ IBPS ക്ലർക്കിൻ്റെ മെയിൻസും അടുത്തുണ്ട്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുള്ള സെഷനായിരിക്കും നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ഇന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ അതായത് ഫ്രൈഡേ മെയിനായിട്ട് വന്ന ന്യൂസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ന്യൂസ് പറഞ്ഞത് എന്താണ്? 8th പേ കമ്മീഷൻ. പേ കമ്മീഷൻസ് എന്താണ്? ആദ്യം നമുക്ക് പേ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസിലോട്ട് പോകാം. എന്താണ് പേ കമ്മീഷൻ? നമ്മൾ ഇടയ്ക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പേ കമ്മീഷൻ. ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നൊരു കാര്യമാണ് പേ കമ്മീഷൻ. എന്താണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസ്, അതിൽ എല്ലാവരും വരും. ഡിഫൻസ് സ്റ്റാഫ്സ് വരും, അല്ലാതെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ്സും വരും. ഇങ്ങനത്തെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ്സിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ പേ റിവിഷൻ, അതായത് നമ്മുടെ സാലറി റിവിഷൻ, സാലറി മാത്രമല്ല ബാക്കിയുള്ള DA അലവൻസസും ഇങ്ങനത്തെ കാര്യങ്ങളും റിവിഷൻ, അതിൻ്റെ അതായത് ഇൻക്രിമെൻറ്റിനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കമ്മീഷനാണ് പേ കമ്മീഷൻ വരുന്നത്. ഇത് എത്രാമത്തെയാണ്? ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയുടെ 8th പേ കമ്മീഷനാണ് സെറ്റപ്പ് ചെയ്യുന്നത്. എന്തിനായിരിക്കും കമ്മീഷൻ സെറ്റ് ചെയ്യണം? എന്തായിരിക്കും? സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ഓരോ വർഷത്തിൻ്റെ കാര്യം ബേസ് ചെയ്ത് നമ്മൾ ഓരോ വർഷവും നമ്മുടെ എക്സ്പെൻസ് എന്താണ്, ഓരോ പ്രോഡക്ട്സിൻ്റെ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ കാര്യം പെട്രോൾ അന്ന് നമ്മൾ 10 വർഷം മുമ്പ് വരുന്ന പെട്രോളിൻ്റെ വിലയല്ല ഇപ്പോൾ ഉള്ള. അതുപോലെ തന്നെ ഓരോ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഓരോ കാര്യങ്ങളുടെ വിലയായാലും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ കാലം മാറുമ്പോൾ നമ്മുടെ അതിനനുസരിച്ച് സാലറിയും ചേഞ്ച് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മീഷൻ എന്ത് ചെയ്യും? യൂണിയൻ ക്യാബിനറ്റ് ചെയർ എന്നാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഒരു കമ്മീഷൻ നിയോഗിക്കും. ഈ കമ്മീഷൻ ഓരോ ഫാക്ടേഴ്സും ഓരോ കാര്യങ്ങൾ, നമ്മളെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റെക്കമെൻഡേഷൻസ് ആർക്ക് സബ്മിറ്റ് ചെയ്യും? നമ്മളെ ക്യാബിനറ്റിന് സമർപ്പിക്കും. ഈ ക്യാബിനറ്റ് ഈ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് നോക്കിയിട്ട് 8th കമ്മീഷൻ അപ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാലറി ഹൈക്ക് സെൻട്രൽ ഗവൺമെൻറ് ബാങ്ക് സ്റ്റാഫ്സിന് വരും, ഡിഫൻസ് സ്റ്റാഫ് വരും. ഇങ്ങനത്തെ ആൾക്കാർക്ക് സാലറിയുടെ ഇൻക്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 8th സെൻട്രൽ പേ കമ്മീഷൻ്റെ കാര്യങ്ങൾ ആര് അപ്രൂവ് ചെയ്തു? നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കോമ്പോസിഷൻ വരുന്നത് എത്രയാണ്? 3 members ആണ് വരുന്നത്. ആരൊക്കെ? ഒരു ചെയർപേഴ്സൺ കാണും, 1 പാർട്ട് ടൈം മെമ്പർ ആൻഡ് 1 member സെക്രട്ടറിയും കാണും. ഇവരായിരിക്കും കമ്മീഷൻ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് ആണ് TOR വരുന്നത്. TOR ആണ് എന്തൊക്കെ കാര്യങ്ങൾ, റെക്കമെൻഡേഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളാണ് TOR വരുന്നത്. ഓക്കെ അല്ലേ? ടേം ഓഫ് റെഫറൻസ് എന്താണ് വരുന്നത്? എന്തൊക്കെയാണ് വാട്ട് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ് ഇവർ റെക്കമെൻഡേഷൻസ് കൊണ്ടുവരുന്നത്? അതിൽ പേ സ്ട്രക്ചർ വരും, അലവൻസ് വരും, പെൻഷൻ കാര്യങ്ങൾ വരും, മെത്തേഡ്സ് ടു മെയിൻറ്റെയിൻ പാരിറ്റി, അതായത് ഡിഫറൻസസ്, ഓരോ ക്ലാസ്സിലുള്ള ആൾക്കാരുള്ള ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ വരും. ഓക്കെ അല്ലേ? ഇതാണ് 8th പേ കമ്മീഷന്. പിന്നെ റിപ്പോർട്ട് ഇപ്പം കമ്മീഷൻ്റെ അപ്രൂവലാണ് വന്നിട്ടുള്ളത്. ഇതിൽ റിപ്പോർട്ട് എത്ര മാസത്തിൽ? 18 മാസത്തിൽ അല്ലെങ്കിൽ 1.5 വർഷത്തിനകത്ത് ഈ കമ്മീഷൻ്റെ ഇവരെ സ്റ്റഡി, എന്തൊക്കെ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് യൂണിയൻ ക്യാബിനറ്റിന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ആരാണ് ക്യാബിനറ്റ്? നമ്മൾ അറിയാവുന്ന കാര്യം, യൂണിയൻ ക്യാബിനറ്റ് ചേരുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് വരുന്നത്. പ്രൈം മിനിസ്റ്റർ ആണ്. എത്രാമത്തെ പേ കമ്മീഷനാണ്? 8th പേ കമ്മീഷനാണ്. പിന്നെ ഇതിൽ എത്ര നിയർലി ഒരു അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞത് 50 lakhs സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വരും. പിന്നെ ഇതിൽ ആരൊക്കെ വരും? ഡിഫൻസ് വരും. പിന്നെ 69 lakh പെൻഷനേഴ്സും വരാറുണ്ട്. The commission has directed to submit its recommendation within 18 months. നേരത്തെ പറഞ്ഞുതരും 18 മാസം, അതിൽ 1.5 വർഷത്തിനകത്ത് ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ എക്സ്പെക്റ്റഡ് എത്രയാണ്? 2026 ഇത് നിലവിൽ വരും. ജനുവരി 1 ഈ പേ കമ്മീഷൻ നിലവിൽ വരും. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് ന്യൂസ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലോട്ട് പോവുകയാണ്. അടുത്ത വരുന്ന ഇന്ത്യൻ ആർമിയുടെ ബേസ് ചെയ്തൊരു ന്യൂസാണ്. ഇന്ത്യൻ ആർമി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്യുന്നതാണ്. അതിന്റെ ഹൈലൈറ്റ് വരുന്നത്? ഓക്കെ, പ്രൊക്യൂർ ചെയ്യുന്ന SDR. SDR ഫുൾ ഫോം എന്താണ്? സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്.
സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? DRDO ആണ് ഡെവലപ്പ് ചെയ്തത്. SDRനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. SDR എന്താണ്? സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്. അതായത് നമ്മളിപ്പം എന്താ പറയുക, നമുക്ക് ഒരു ബാറ്റിൽ ഫീൽഡിലായാലും അങ്ങനത്തെ ഒരു യുദ്ധമുഖത്തിൽ നിൽക്കുമ്പോൾ സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഒഫീഷ്യൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയാലും ഒഫീഷ്യൽ ടു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുടെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന എങ്ങനത്തെ മെത്തേഡാണ്? കൂടുതലും ഹാർഡ്വെയർസ്, അതായത് നമ്മളെ കയ്യിൽ നിന്ന് എക്യുപ്മെന്റ്സിന്റെ എന്താണ് അന്നത്തെ ഒരു എന്താണ് അഡ്വാൻസ്, അതിലോട്ടൊരു അഡ്വാൻസ്മെന്റ് വന്നിട്ടില്ല. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻസ്മെന്റിന് വേണ്ടി ഒരു പ്രോഡക്റ്റാണ് SDR എന്നുള്ള സംഭവം വരുന്നത്. ഈ SDR എന്താണ് വർക്ക് ചെയ്യുന്നത്? കൂടുതലും സോഫ്റ്റ്വെയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിനെ റിലൈസ് ചെയ്യുന്നത്. അത് നേരത്തെ ഹാർഡ്വെയറിനെയാണ് കൂടുതൽ റിലൈസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന പ്രോഡക്റ്റ് SDR വരുന്നത് എന്താണ്? കൂടുതലും സോഫ്റ്റ്വെയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള എന്താണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ആണ് SDRലോട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഇത്? എന്താണ് ഈ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? ഇത് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ബിൽഡാണ്. ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി, ആദ്യമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന റഷ്യയിൽ നിന്നും US നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇത് ഇൻഡിജീനിയസ്ലി ബിൽഡ് ചെയ്ത ഒരു SDRും കൂടെയാണ്. ഓക്കെ അല്ലേ? ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഇൻഡിജീനിയസ്ലി എന്ന് പറയുന്നുണ്ട്. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഇതിൻ്റെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നത് ആരാണ്? DRDO ആണ് കൊണ്ടുവരുന്നത്. പിന്നെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാൻ വേറെ കംപ്ലൈൻറ്റ് വിത്ത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് IRSA V വെർഷൻ 1.0. അതും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ ഇന്ത്യൻ ആർമി എന്താണ് കൊണ്ടുവന്നു. IRSA എന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് IRSA കുറിച്ച് നേരത്തെ പറഞ്ഞാണ്, ഒന്നും കൂടെ പറയാം. IRSA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ റേഡിയോ ഫ്രീക്വൻസി ഓരോ ഫോൾസിനും ഓരോ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ് IRSA വരുന്നത്. അതായത് ഇപ്പം ആർമിയുടെ അകത്തുള്ള എന്താണ് ഒരു ഫീൽഡിൽ തന്നെ 3 എക്യുപ്മെന്റ്സ് യൂസ് ചെയ്താലും ഇത് മൂന്നിൻ്റെയും സിഗ്നൽസ്, നേരത്തെ ഉണ്ടായിരുന്ന റേഡിയോ സിഗ്നൽസ് ഇന്റർഫിയർ ചെയ്യായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ എന്ത് ചെയ്താണ്? ഡെവലപ്പ് ചെയ്ത ഒരു ഫെസിലിറ്റിയാണ് IRSA എന്നുള്ള ഫെസിലിറ്റി വരുന്നത്. അതിൻ്റെ വെർഷൻ 1.1 ആണ്. ഇത് എന്താണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ SDRs എന്താണ്? ഇതിൽ ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ഇവർ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഒരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യും. ഏതാണ്? IRSA വെർഷൻ 1.1 വർക്ക് ചെയ്യും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്മിഷൻ ആൻഡ് മൊബൈൽ ആഡ് ഹോക്ക് നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്. മാനറ്റ് എന്നാണ് ഈ സിസ്റ്റത്തിൻ്റെ നെയിം വരുന്നത്. എന്താണ്? മൊബൈൽ ആഡ് ഹോക്ക് നെറ്റ്വർക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ റിയൽ ടൈമും അതിൻ്റെ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് മറ്റേ ഇന്റർഫിയറൻസ് ഇല്ല. അതായത് ബാക്കിയുള്ള ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേവിയുടെ ഒരു ഇന്റർഫിയറൻസ്, നേവിയുടെ ഒരു സിഗ്നൽ അവരൊരു ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതേ ഫ്രീക്വൻസി എന്താണ് നേവിയുടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയിൽ മാത്രമേ കിട്ടാറുള്ളൂ. ഇത് എന്താണ്? ഇപ്പം എക്സാമ്പിൾ വേറെ സൈഡിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു സിഗ്നൽ ഉണ്ടാവും, പക്ഷേ ഇത് രണ്ടും ഇന്റർഫിയർ ചെയ്യില്ല. ഇവർക്ക് എന്താണ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് റിയൽ ടൈമായിട്ടും എന്താണ് ഇത് ബുദ്ധിമുട്ടുകളില്ലാതെ ഇന്റർഫറൻസ്, വേറെ കാര്യങ്ങൾ ഇന്റർഫറൻസ് ഇല്ലാതുള്ള കമ്മ്യൂണിക്കേഷന് ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഇതറിഞ്ഞിരിക്കണം. ഏതാണ് ഫെസിലിറ്റി വരുന്ന? IRSA വെർഷൻ 1.1 എന്നാണ് അതിലെ വെർഷൻ്റെ നെയിം വരുന്നത്. പിന്നെ എന്താ IRSAയുടെ ഫുൾ ഫോം എന്താണ് വരുന്നത്? ഇന്ത്യൻ റേഡിയോ ഇന്റർഫിയറൻസ് സ്റ്റാൻഡേർഡ്. ഇതെന്താണ്? IRSA എന്നൊരു ഫീച്ചർ മാത്രമല്ല, ഇതെന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് വരുന്നത്. എന്താണ് വരുന്നത്? ഇന്റർഫറൻസ് സ്റ്റാൻഡേർഡ് ഫോർ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്. ആണ് IRSA വരുന്നത്. എന്താണ്? ഇന്റർഫറൻസ് സ്റ്റാൻഡേർഡ്സ് ഫോർ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്. ഇതെന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ പോലെ നമുക്ക് പറയാം. എന്താണ്? ഓപ്പറേറ്റിംഗ് മാനുവൽ പോലെ എടുക്കാം. കാര്യം എന്താണ്? ഇത് ഓരോ ആർമിക്കും അല്ലെങ്കിൽ ഓരോ ഡിഫൻസിന്റെ സിസ്റ്റത്തിനും ഏതൊക്കെ ഫ്രീക്വൻസിയിൽ ഇവർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ IRSAയുടെ എന്താണ് ഒരു മാനുവൽ ഗൈഡ് ബുക്ക് പോലെയാണ്, അല്ലെങ്കിൽ ഒരു മാനുവലാണ്. എവിടെയൊക്കെ ഏതൊക്കെ ഫ്രീക്വൻസി ഏതൊക്കെ സിഗ്നൽസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് IRSA വെർഷൻ 1.1 വരുന്നത്.
പിന്നെ നമ്മൾ SDRനെ കുറിച്ച് കൂടുതൽ വരുമ്പോൾ എൻഹാൻസ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? എൻഹാൻസ് റെഡിനൻസ് എന്താണ്? കൂടുതൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി ആക്കാം, സെക്യൂരിറ്റി ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ റെഡി ആൻഡ് അഡാപ്റ്റബിൾ ടു ന്യൂ ഓപ്പറേഷൻ നീഡ്സ്. ഇതാണ് കൂടുതൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന കാര്യം. പുതിയ എന്താണ് ഫെസിലിറ്റിയോട് വരുമ്പോൾ എന്താണ് കൂടുതൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, അവർക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ് എഫിഷ്യൻസി കൂടും. പിന്നെ ന്യൂ അഡാപ്റ്റബിൾ എന്താണ് പുതിയ ഓപ്പറേഷണൽ നീഡ്സിന് ബേസ് ചെയ്ത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ എന്താണ് ഇതിൽ ആദ്യമേ പറഞ്ഞ കാര്യം എന്താണ്? ഇൻഡിജീനിയസ്ലി ബിൽഡ് ആണ്. അപ്പോൾ എന്താണ് ഇൻഡിജീനിയസ്ലി ബിൽഡ്? സെൻട്രൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്കീം എന്താണ്? ആത്മനിർഭർ ഭാരത്. അതായത് നമ്മളെ പണ്ടത്തെ മേക്ക് ഇൻ ഇന്ത്യ തന്നെയാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. എന്താണ്? സെൽഫ് റിലയൻസ് ഇന്ത്യ വരുന്നത്. ആ ഒരു മിഷൻ്റെ അണ്ടറിലും കൂടെയാണ് ഏത് വരുന്നത്? നമ്മുടെ ഈ SDRന്റെ മാനുഫാക്ചർ വരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് ഈ ന്യൂസിൽ നമുക്ക് വരാൻ കണ്ടിട്ടുള്ള. ഇതിൽ ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഒന്നും കൂടെ നോക്കാം. ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആണ്. ആരാണ് മാനുഫാക്ചർ? DRDO ആണ് മാനുഫാക്ചർ. DRDOയുടെ ഇപ്പോഴത്തെ കറണ്ട് ഇതാരാണ് വരുന്നത്? ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വരുന്നത് സമീർ V. കമത്താണ് വരുന്നത്. സമീർ V. കമത്താണ് DRDOയുടെ കറണ്ട് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാനായിട്ട് വരുന്നത്. ഇനി എന്താണ്? ഇനി ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയുമ്പോൾ ആരാണ് പറഞ്ഞത്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇപ്പം കറക്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യൻ ആർമിയുടെ കറന്റിൽ എന്താണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഫൗണ്ടേഷൻ എപ്പോഴാണ്? 1895 ഇൻഡിപെൻഡൻസിന് മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ആർമി വരുന്നത്. ഓക്കെ അല്ലെ? മോട്ടോ എന്താണ്? സേവ പരമധർമ്മമാണ് ഇതിന്റെ മോട്ടോ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ആർമി എക്സ്റ്റാബ്ലിഷാണ് 1895 വരുന്നത്. സമീർ V. കമത്ത് ഇത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് 2 ന്യൂസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് വരുന്നത് എന്താണ്? ഗവൺമെന്റ് സെറ്റപ്സ് എ പാനൽ അണ്ടർ നീരജ് കുമാർ ഗുപ്ത ടു റിവ്യൂ എക്സ്പോർട്ട് റിബേറ്റ് റേറ്റ്സ് അണ്ടർ RODTEP ആൻഡ് ROSCTEL. ഓക്കെ, ആദ്യം എന്താണ് RODTEP? ഇതിന്റെ ഫുൾ ഫോം എന്താണ്? റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഓൺ എക്സ്പോർട്ടഡ് പ്രോഡക്ട്സ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണ്? റെമിഷൻ എന്താണ്? നമ്മൾ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ എന്താണ്? പേയ്മെന്റ്. റെമിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പേയ്മെന്റ് ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഓൺ എക്സ്പോർട്ടഡ് പ്രോഡക്ട്സിന്റെ എന്താണ്? റീഫണ്ട്, എന്താണ്? പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പം ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RODTEP എന്നുള്ള ഒരു എന്താ പറയാനാണ് ഈ സ്കീം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് അതിൽ കുറേ ഹിഡൻ ചാർജസ് വരും, അതൊക്കെ ടാക്സസ് വരും. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളിപ്പോൾ സെല്ല് ചെയ്യുമ്പോഴും ഗവൺമെൻറ് GST, SCGT ഇതൊക്കെ നമ്മൾ ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ റീറ്റെയിൽ മാർക്കറ്റിലോട്ട്, ഇന്ത്യൻ മാർക്കറ്റിലോട്ട്. അപ്പം ഈ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം വേറൊരു കൺട്രിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പം എന്താണ്? നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 100 രൂപയുടെ ഷർട്ട് മാനുഫാക്ചർ ചെയ്തു. നമ്മളിവിടെ ഇന്ത്യയിൽ വിൽക്കുമ്പോൾ എത്താണ്? 10% ടാക്സ് ഉണ്ടെങ്കിൽ എത്രയാണ്? 110 രൂപയാണ് വരുന്നത്. 110 രൂപയ്ക്കാണ് വിൽക്കേണ്ടത്. ഇതേ സാധനം 110 രൂപയുടെ സാധനം നമ്മൾ ഒരു എക്സ്പോർട്ട് മാർക്കറ്റിലോട്ട് കയറ്റി വിടുകയാണെങ്കിൽ 110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വീണ്ടും അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ഇത് അവിടെ ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് എത്രയാവും? 110 ടാക്സ്, പിന്നെ അവിടെയും വീണ്ടും ടാക്സ് വരും. അപ്പോൾ എന്തായാലും ഇത് വീണ്ടും കോസ്റ്റ്ലി ആവും അല്ലേ? ആ സാധനം എന്താണ്? നമ്മൾ ഇവിടെ വിൽക്കുമ്പോഴാണ് ഇത് 110 വിൽക്കേണ്ടത്. മാനുഫാക്ചർ ചെയ്യുമ്പോൾ 100 രൂപയ്ക്കുള്ള സാധനം 100 രൂപയ്ക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവിടെ എന്തായാലും എക്സ്പോർട്ട് ടാക്സ് മാത്രം എടുത്താൽ മതി അല്ലേ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ പ്രോഡക്റ്റിന്റെ വില നിയന്ത്രിക്കാനും അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താണ് ഇവിടെ വരുന്ന ടാക്സുകൾ എന്താണ് ഗവൺമെന്റ് റീഫണ്ട് ചെയ്യുക. അതായത് എക്സ്പോർട്ടിന് വേണ്ടി കൊടുക്കുമ്പോൾ അതായത് ഫുൾ റീഫണ്ട് അല്ല. ഫുൾ റീഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ടാക്സ് എത്രയാണോ ഇപ്പോൾ കയറ്റി അയക്കുന്നതിന് എക്സ്പോർട്ട് ടാക്സ് 100 രൂപ. ഇപ്പം 100 രൂപയുടെ പ്രോഡക്റ്റിന് കയറ്റി അയക്കുന്ന ചാർജ് എത്രയാണ്? ചിലപ്പോൾ ഒരു 5% എടുക്കുകയാണെങ്കിൽ 5 രൂപയാണ് വരുന്ന വിചാരിക്കുക. അപ്പോൾ 105 മാത്രം മേടിച്ചിട്ട് ബാക്കിയുള്ള 5 രൂപ, അതായത് മൊത്തം ടോട്ടൽ എത്രയാണ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 100 രൂപയുടെ സാധനം 5 രൂപ ടാക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാതെ 110 എടുക്കുന്നില്ല. അപ്പോൾ ബാലൻസ് വരുന്നത്, അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പം ഇവിടെ ഉണ്ടാവുന്ന, അതായത് നമ്മളിവിടെ റീറ്റെയിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യേണ്ട ടാക്സ് എല്ലാം ഇവിടെ റീഫണ്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? RODTEP. പിന്നെ എന്താണ് ഈ സെയിം സംഭവത്തിന് തന്നെയാണ് റിബേറ്റ് ഓഫ് സ്റ്റേറ്റ് സെൻട്രൽ ടാക്സ് ലേവീസസ് ബേസ്ഡ് ഓൺ ദ
ഡേറ്റ. അത് മാത്രം ടാക്സിന്റെ കണ്ടീഷൻസും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ടാക്സസിന്റെ ലിമിറ്റ്സ്, അതിന്റെ ഒരു എന്താ പറയുക ഓരോ പ്രോഡക്റ്റിന് ഓരോ ടാക്സ് റേറ്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ RODTP എന്താണ്? റിമിഷൻ ആണ്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? എക്സ്പോർട്ടിനുള്ള പ്രോഡക്ട്സിന്റെ ചെയ്യുന്ന നമ്മൾ എന്താണ് അവർക്ക് റീഫണ്ട് പോലെ, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് റീഫണ്ട് പോലെ വരുന്നതാണ് RODTP വരുന്നത്. മറ്റത് എന്താണ്? എത്രയാണ് ഇതിന്റെ പെർസെൻറ്റേജ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത്. സെക്കൻഡ് ഉള്ള ഇതിലാണ് ROSC എന്താണ്? സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ടാക്സ് ആൻഡ് ലെവീസ്. അത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്ര ടാക്സ് എടുക്കാം, എത്രയാണ് വരുന്നത്. ഓരോ ഇപ്പോൾ നമ്മൾ പെട്രോളിന്റെ ടാക്സ് ആണെങ്കിൽ നമ്മൾ പെട്രോളിന്റെ വിലയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലും കർണാടകയിലും നമ്മളെങ്ങാടി കുറവാണ്. അപ്പോൾ എന്താണ്? അത് ഓരോ സ്റ്റേറ്റിന്റെ ടാക്സ് ഇടുന്നതാണ്. സ്റ്റേറ്റിന്റെ ടാക്സിന്റെ വേരിയേഷൻ ആണ്. പിന്നെ സെസ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ് അത് വരുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഒരു എക്സ്പോർട്ട് മാർക്കറ്റിലുള്ള കാര്യമാണ്. അപ്പം ഈ ന്യൂസ് എന്താണ്? ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു പാനൽ അണ്ടർ നീരജ് കുമാർ ഹെഡ് ചെയ്യുന്ന, നീരജ് കുമാർ ഗുപ്ത ഹെഡ് ചെയ്യുന്ന ഒരു പാനൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇതിന്റെ മെയിൻ എന്താണ് കാര്യങ്ങൾ? ഈ ടാക്സ് കാര്യങ്ങൾ, അതായത് റിബേറ്റ്, റീഫണ്ട്, റിബേറ്റും ടാക്സിന്റെ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ്. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 8th പേ കമ്മീഷൻ പോലെ, അതുപോലെ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ്, എത്ര കൂട്ടണോ കുറയ്ക്കണോ, അതായത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കുറേ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷനും വേറൊരു മാർക്കറ്റിന്റെ കാര്യങ്ങളായാലും ഇപ്പോൾ പിന്നെ ഓരോ കൺട്രീസുള്ള സാങ്ഷൻസിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ യുഎസും ഓരോ കൺട്രീസിലും ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഇത്ര % ടാരിഫ്. അതുപോലെ ഇങ്ങനത്തെ പല കാര്യങ്ങൾ, അതായത് ഓരോ മാർക്കറ്റിന്റെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ പല കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ ടാക്സിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, എക്സ്പോർട്ട് ടാക്സസിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നീരജ് കുമാർ ഗുപ്തയുടെ അണ്ടറിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പാനൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ദ പാനൽ കളക്ട് റിവ്യൂ ഡേറ്റ ഓൺ ഓൾ നോൺ റീഫണ്ടബിൾ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് അഫക്റ്റിംഗ് എക്സ്പോർട്ട്. എന്താണ് നോൺ റീഫണ്ടബിൾ ടാക്സസിനെ കുറിച്ചുള്ള ഡേറ്റാസും കാര്യങ്ങൾ റിവ്യൂ ചെയ്യും. പിന്നെ എന്താണ് അത് എന്തിനെ അഫക്റ്റിംഗ് എക്സ്പോർട്ട്സ്, എൻഗേജിങ് ഇൻഡസ്ട്രി ബോഡീസ് ആൻഡ് പ്രൊമോഷൻ കൗൺസിൽസ് ആൻഡ് ഇത് പല ഏജൻസീസ്, അതായത് എൻഗേജ് വിത്ത് ഇൻഡസ്ട്രീസായിട്ടും അതൊരു എക്സ്പോർട്ട് പ്രൊമോഷൻസ് കൗൺസിലായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ടൈം ലൈൻ എന്താണ് വരുന്നത്? കമ്മിറ്റി ഈസ് ടു സബ്മിറ്റ് മെയ് 31 മാർച്ച് 2026. 2026 31 മാർച്ചിന് മുമ്പ് ഈ റിപ്പോർട്ട് ഇവർ സബ്മിറ്റ് ചെയ്യണം. അതായത് ഇനി ഒരു എത്ര മാസം കൊടുക്കാം? 3, 4, 5 മാസത്തെ ഒരു ഗ്യാപ്പിലാണ് ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ മെമ്പേഴ്സ്, അഡീഷണൽ മെമ്പേഴ്സ് ആരൊക്കെയുണ്ട്? SR ബാർവ, ഫോമർ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസും വിവേക് രഞ്ജനും. ആരും ഈ മെമ്പർ ഫോമർ സെൻട്രൽ CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, CBICയുടെ മുൻ ഫോമർ മെമ്പർ വിവേക് രഞ്ജനും മെമ്പറാണ്. ഇതിൽ SR ബൗറയും ഇതിന്റെ മെമ്പറാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞു 3 മെമ്പേഴ്സാണ്. ആരൊക്കെയാണ്? 3 മെമ്പേഴ്സാണ് കമ്മിറ്റിയാണ് വരുന്നത്. നീരജ് കുമാർ ഗുപ്തയാണ് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസ് വരുന്നത് എന്താണ്? ഒരു നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് സ്ട്രെങ്തനിങ് ഗവേണൻസ് ത്രൂ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അപ്പോൾ ആദ്യം എന്താണ്? നമുക്ക് ആദ്യം ആ ബ്ലോക്ക് ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക്. ബ്ലോക്ക് ചെയിൻ എന്താ പറയുക? നമ്മുടെ ബ്ലോക്ക് ചെയിൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെർവർ ബേസ്, അതായത് നമ്മുടെ ഓൺലൈൻ ബേസ്, അതൊരു ക്ലൗഡ് എന്ന് പറയുന്ന ഫെസിലിറ്റി ഇല്ല, നമ്മുടെ ഡേറ്റാസ് ഒക്കെ ഗൂഗിൾ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ അതുപോലെ ബ്ലോക്ക് ചെയിൻ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു നോട്ട്ബുക്കായിട്ട് പറയാം. ഒരു നോട്ട്ബുക്കാണ്. ഈ നോട്ട്ബുക്ക് എന്താണ്? അങ്ങനെ എല്ലാവർക്കും എന്താണ് ഉടനെ ടാമ്പർ ചെയ്യാനോ അല്ലെങ്കിൽ ഉടനെ എന്ത് ചേഞ്ചസ് വരുത്താൻ പറ്റാത്ത ഒരു ബ്ലോക്കാണ്. ഒരു നോട്ട്ബുക്കാണ് എന്ത് വരുന്നത്? ബ്ലോക്ക് ചെയിൻ വരുന്നത്. ഈ ബ്ലോക്ക് ചെയിനിലെ ഡേറ്റാസ് എന്താണ്? കുറച്ചും കൂടെ സെക്യൂർഡ് ആണ്. ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ബുക്കിലെ ഓരോ പേജസുമാണ് എന്താണ്? ഓരോ ഡേറ്റ ഷീറ്റ്സ് വരുന്നത്. ഇതിനെന്താണ് കണക്ട് ചെയ്യുന്ന ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്തൊരു ഫെസിലിറ്റിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബുക്കിൻ്റെ അകത്ത് ഓരോ പേജസ് പോലെ നമ്മളൊരു ടോട്ടൽ ബുക്ക് എടുക്കുകയാണ്. ബുക്കിൻ്റെ അകത്ത് എത്ര 200 പേജ് ഉണ്ടെങ്കിൽ 200 പേജസിൻ്റെ ബുക്കാണ് എന്താണ് ബ്ലോക്ക് ചെയിൻ ആയിട്ട് നമുക്ക് പറയാം. ഇതിലാണ് ഓരോ ഡേറ്റാസും സ്റ്റോർ ചെയ്യുന്നത്. ഓരോ പേജസിലാണ് ഓരോ എന്ത് ചെയ്യുന്നത്? ഓരോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ്? ഒരു കണക്ട് ചെയ്ത് ഒന്നിച്ചുണ്ടാക്കുന്നതാണ് ഒരു ബ്ലോക്ക്. അതിൽ എന്താ പറയുന്നത്? ഒരു ചെയിൻ, ബുക്കിനെ ഇപ്പോൾ ഓരോ പേജസിനെ ഓരോ ചെയിൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ബ്ലോക്ക് ചെയിൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്.
അപ്പം ഇപ്പോൾ ഉണ്ടായിരുന്ന നമ്മൾ കറൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ ബാങ്ക് കാണും, ഇവിടെ നിന്നാണ് ഓരോ ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? കുറച്ച് ഇപ്പോഴത്തെ എന്താണ് നമുക്കറിയാം, ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ അഡ്വാൻസ് ഫെസിലിറ്റി, ഇപ്പോൾ സെക്യൂരിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കാണും. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ സെൻട്രലൈസ്ഡ് ഡേറ്റ സിസ്റ്റത്തിൽ നിന്ന് മാറി ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നിന്ന് മാറി ഇവരെന്താണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ള ഒരു ഫെസിലിറ്റിയിലോട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇതിപ്പോൾ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് പറഞ്ഞത്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിൻ്റെ മിനിസ്റ്റർ ആരാണ്? അശ്വിനി വൈഷ്ണവ് സാറാണ് ഇതിൻ്റെ മിനിസ്റ്ററായിട്ട് വരുന്നത്. എന്താണ് ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു. എന്നാണ് 4 സെപ്റ്റംബർ 2024 സാങ്ഷൻ ബഡ്ജറ്റ് എന്നാണ് എത്രയാണ് ടോട്ടൽ ബഡ്ജറ്റ് അലോക്കേഷൻ? 64.76 crore ബഡ്ജറ്റിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്രെയിംവർക്ക് വുഡ് പ്രൊവൈഡ് എ യൂണിഫൈഡ് ആർക്കിടെക്ചർ ഫോർ ഡിപ്ലോയിങ് ബ്ലോക്ക് ചെയിൻ സൊല്യൂഷൻ അക്രോസ് വേരിയസ് സെക്ടേഴ്സ്. അതായത് പല സെക്ടേഴ്സും, അതുപോലെ നമ്മളൊരു ബുക്ക് ഇപ്പോൾ ഒരു സെക്ടർ ഒരു ബുക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ പല സെക്ടേഴ്സിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലോക്ക് ചെയിൻ ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഷ്യൂസ് ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്താ നേരത്തെ പറഞ്ഞ കാര്യം, ഫ്രെയിംവർക്ക് ഈസ് പ്രൈമലി ഡിപ്പെൻഡൻ്റ് ഓൺ സെൻട്രലൈസ്ഡ് ഡേറ്റ സിസ്റ്റമാണ് ഇപ്പോൾ കറൻ്റ്ലി ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതെന്താണ് ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ റിലേറ്റഡ് ടു ഡേറ്റ മാനിപ്പുലേഷൻ, ഇൻഎഫിഷ്യൻസി ആൻഡ് ലിമിറ്റഡ് ട്രാൻസ്പെറൻസി. ഇങ്ങനത്തെ പല കാര്യങ്ങളും ലിമിറ്റഡ് ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ആയാലും ഇൻഎഫിഷ്യൻസി ആയാലും ഡേറ്റ മാനിപ്പുലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അതായത് മെയിൻ എന്താണ് ഡേറ്റ സെക്യൂരിറ്റി, ഡേറ്റ ആണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അതിൻ്റെ സെക്യൂരിറ്റി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് എന്തുകൊണ്ടുവരുന്നത് നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് എന്തുകൊണ്ടുവന്നു നിലവിൽ വന്നത്. എത്രയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നത്? 64.76 crore ആണ് ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നത്. ഏത് മിനിസ്റ്റർ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഏത് നമ്മുടെ നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? പിന്നെ അടുത്ത വരുന്നത് എന്താണ് നമ്മൾ വരുന്നത് ഒരു ക്യാബിനറ്റ് അപ്രൂവലാണ് വന്നിരിക്കുന്നത്. എത്രയാണ് എമൗണ്ട്? 37,952.29 crore ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? NBS ന്യൂട്രീഷൻ ബേസ്ഡ് സബ്സിഡി ഫോർ റാബി ക്രോപ്സ് 2025 ഫെർട്ടിലൈസേഴ്സ് അതായത് റാബി ക്രോപ്സിന് യൂസ് ചെയ്യുന്ന PNK ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി ഒരു ഫണ്ട് അലൊക്കേഷൻ എത്ര കൊടുത്തു? ന്യൂട്രിയൻ ബേസ് സബ്സിഡിയാണ്. എത്ര? 37,000. ന്യൂട്രിയൻ ബേസ് എന്താണ്? റാബിയെ ഫോക്കസ് ചെയ്താണ്. അത് ന്യൂട്രിയൻ ബേസ് സബ്സിഡി, NBA സബ്സിഡി എന്ന് പറയും. അത് ഏത് ക്രോപ്പിനാണ്? റാബി ക്രോപ്സിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ PNK ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇത് നേരത്തെ പറഞ്ഞ കാര്യം യൂണിയൻ ക്യാബിനറ്റ് ആരാണ് ചെയർ ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ മോദിയാണ് ചെയർ ചെയ്യുന്നത്. ബഡ്ജറ്റ് റിക്വയർമെന്റ് എത്രയാണ്? 37,952.29 crore ആണ്. ഇത് എഫക്റ്റ് എപ്പോഴാണ് വരുന്നത്? ഒക്ടോബർ 1, 2025 തൊട്ട് മാർച്ച് 31 വരെ ആയിരിക്കും ഈ സബ്സിഡിയുടെ കാലാവധി വരുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ്? എൻഷുർ അവൈലബിലിറ്റി ഓഫ് PNK എന്താണ് ഈ ഫെർട്ടിലൈസേഴ്സിൽ ഒരു സബ്സിഡി കൊണ്ടുവന്നത്, അതാണ് മെയിനായിട്ട് വരുന്നത്. എന്താണ് ഈ ഫെർട്ടിലൈസേഴ്സിൽ ഒരു സബ്സിഡി കൊണ്ടുവരുന്നുണ്ട്. ഈ സബ്സിഡി കൊണ്ട് എന്താണ് എല്ലാവർക്കും ഇപ്പം സബ്സിഡി കൊണ്ട് എന്താണ് നോർമൽ ഉണ്ടാകുന്ന എമൗണ്ടിനെയും കാര്യം കുറച്ചും കൂടെ എമൗണ്ട് കുറച്ച് ആൾക്ക് ഫാമേഴ്സിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നത്. ഫെർട്ടിലൈസേഴ്സ് അറ്റ് അഫോർഡബിൾ റേറ്റും റീസണബിൾ പ്രൈസസ് ഫോർ ദ ഫാമേഴ്സ്. പിന്നെ ഇത് കൊണ്ടുവന്ന ഏതാണ്? മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മിനിസ്റ്റർ ആരാണ് വരുന്നത്? JP നഡ്ഡയാണ് വരുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, ബഡ്ജറ്റ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ബാങ്കിങ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്രയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്? 37,952.29 crore ആണ് ഇതിൽ വരുന്നത് ബഡ്ജറ്റ്. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ ഏതൊക്കെയാണ് എത്ര ഫെർട്ടിലൈസേഴ്സ് ആണ് കവർ ചെയ്യുന്നത് വരുന്നത്? അതിൽ 28 grades ഓഫ് PNK ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. PNK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെർട്ടിലൈസേഴ്സിൻ്റെ ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് PNK ക്ലാസ് വരുന്നത്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ വേരിയസ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, സൾഫർ ഗ്രേഡ്സ്. മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ് സൾഫറും ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതിന് ഇൻഡിവിജ്വലി ഓരോ സബ്സിഡി പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഓരോ റേറ്റിനും ഉണ്ട്, ഓരോ ഫെർട്ടിലൈസേഴ്സിനും ഓരോ റേറ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അണ്ടർ ദ അപ്രൂവൽ ഏതൊക്കെയാണ് പറഞ്ഞത്? 43.02 per kg for nitrogen, 47.96 kg for phosphorus, 2.38 for potassium, 2.87 for സൾഫറിനാണ് വരുന്നത്. അതായത് ഈ റാബി സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, റാബി സീസണിൻ്റെ കൾട്ടിവേഷൻ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പം ഈ സമയത്ത് ഇവർക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സ് ഒരു അഫോർഡബിൾ റേറ്റിന് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് സബ്സിഡി അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എത്രയാണ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സബ്സിഡി കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ് എത്രയാണ് എമൗണ്ട് സാങ്ഷൻ ചെയ്തത്?
37,952 ഗവൺമെന്റ് സാങ്ഷൻ ചെയ്ത എമൗണ്ട് എന്ന്. ഈ ടൈം പീരീഡ് എന്തിനാണ്? റാബി സീസൺ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ റാബി സീസൺ നടക്കുന്ന ടൈമാണ് ഒക്ടോബർ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള കാലയളവിലാണ് ഈ സബ്സിഡി ഇവർക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓരോ ബേസിലെത്താണ് ഓരോ നമ്മളെന്ത് പറയുന്നത് ഓരോ ഫെർട്ടിലൈസേഴ്സിൻ്റെ റേറ്റ് ആണ് വരുന്നത്. ഏതിൻ്റെയൊക്കെയാണ്? നൈട്രജൻ എത്രയാണ്? 43, മറ്റേ 47 വരുന്നുണ്ട്. ഫോസ്ഫറസിന് 2.38 വരുന്നുണ്ട്. അതിൽ 2.87 വരുന്നുണ്ട്. സൾഫറിന് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ എലൻ മസ്ക് ആരാണ്? നമ്മൾ കേട്ടിട്ടുള്ള വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആണ്. ഇപ്പോൾ കറന്റ് പുള്ളി ഏതിൻ്റെയൊക്കെ CEO ആയിട്ട് വരുന്ന സ്പേസ് എക്സ് എന്നൊരു കമ്പനി ഉണ്ട്. ഒരു സ്പേസ് എക്സ് എന്നൊരു കമ്പനി സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റ് സ്പേസ് ലോഡ് മിഷൻസ് ലോഞ്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്പേസ് എക്സ്. അതുമാത്രമല്ല ടെസ്ല ഇലക്ട്രിക് കമ്പനിയാണ്. അങ്ങനത്തെ പല കമ്പനികളുടെയും സിഇഒയും കൂടെ, ഫൗണ്ടർ ആൻഡ് സിഇഒയും കൂടെയാണ് എലോൺ മസ്ക്. പുള്ളിക്കാരൻ പുതിയൊരു ഒരു എൻസൈക്ലോപീഡിയ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഗ്രോക്കിപീഡിയ. എൻസൈക്ലോപീഡിയ എന്താണ്? നമ്മളെ എൻസൈക്ലോപീഡിയ, വിക്കിപീഡിയ ഇതൊക്കെ എന്താണ്? എൻസൈക്ലോപീഡിയ എന്താണ്? നമ്മുടെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ ഡേറ്റ് എടുക്കുന്ന ഒരു കാര്യം, നമ്മളെ റെഫറൻസിന് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് എൻസൈക്ലോപീഡിയ. അപ്പോൾ അതിൻ്റെ ഒരു വെർഷൻ, അതായത് പവേർഡ് വെർഷൻ, അതായത് യൂസ് ചെയ്ത് നമുക്കൊരു നമ്മൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എൻസൈക്ലോപീഡിയയുടെ ഒരു ഓൺലൈൻ ഡിജിറ്റൽ വെർഷൻ. നമ്മൾ വിക്കിപീഡിയ എന്ന് പറയില്ല. വിക്കിപീഡിയ എന്താണ്? നമ്മളൊരു ഡേറ്റ വിക്കിപീഡിയയുടെ കാര്യം എന്താണ്? നമുക്ക് തന്നെ ഡേറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റി വിക്കിപീഡിയയ്ക്ക് ഉണ്ട്. നമ്മളൊരു കാര്യം നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വിക്കിപീഡിയ വരും, നമ്മളത് നോക്കും. അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അതിൽ ഡേറ്റ എത്ര ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് തന്നെ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി വിക്കിപീഡിയയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് പവർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡേറ്റ കുറച്ചും കൂടെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്തുള്ള ഒരു എൻസൈക്ലോപീഡിയ, അതായത് വിക്കിപീഡിയയുടെ ഒരു വേറെ വെർഷൻ, ഡിജിറ്റൽ വെർഷനാണ് വരുന്നത് നമ്മുടെ ഗ്രോക്കിപീഡിയ എന്ന് പറയുന്നത്. ലോഞ്ച് ചെയ്ത ആരാണ്? എലൻ മസ്ക് ആണ് കൊണ്ടുവന്നത്. ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് XAI. ആരാണ്? പക്ഷേ XAI ഓൺ ചെയ്യുന്ന ആരാണ്? എലൻ മസ്കിനാണ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇനിഷ്യലി ആ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്ന ഗ്രോക്കിപീഡിയ പ്ലാറ്റ്ഫോം എത്രയാണ്? ഓവർ 8 lakh ആർട്ടിക്കിൾസ് ഇതിലുണ്ട്. 8 lakh ആർട്ടിക്കിൾസ് ഇതിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണ്? ടു ബിൽഡ് ആൻ AI പവർഡ് നോളജ് പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ കാര്യമാണ്. an AI-powered knowledge platform that aims to share information openly and reduce bias found in traditional encyclopedias. അതായത് നമ്മൾ ഇപ്പം ഈ വിക്കിപീഡിയാസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഓരോ റൈറ്റ് ചെയ്യുന്നതാണ്, ഓരോ ആൾക്കാർ റൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇവരുടെ ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പക്ഷം പിടിച്ച് എഴുതുന്നതിന് പകരം AI ബേസ് പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് വരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഗ്രോക്കിപീഡിയയിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിലുള്ള കാര്യം. അടുത്ത വരുന്നത് എന്താണ്? പേയ്പാൽ എന്താണ്? നമ്മളെ Paytm, GPay അതുപോലെ ഒരു ഫെസിലിറ്റിയാണ് പേയ്പാൽ എന്നുള്ള ഒരു കമ്പനി വരുന്നത്. അപ്പോൾ എന്താണ് പേയ്പാലും ഓപ്പൺ എ ഏത് കമ്പനിയുടെ വരുന്നതാണ്? ChatGPTയുടെ പാരന്റ് കമ്പനിയാണ് ഓപ്പൺ എ വരുന്നത്. ഇതിൻ്റെ സാം ഓൾട്ട്മാൻ ആണ് ഇതിൻ്റെ ഫൗണ്ടർ വരുന്നത്. അപ്പം ഇതെന്താണ്? ഇതിൻ്റെ ന്യൂസ് എന്താണ്? പേയ്പാലും ഓപ്പൺ എയും കൂടെ എന്ത് ചെയ്തു? ഒരു MOU സൈൻ ചെയ്തു. ഒരു പാർട്ണർഷിപ്പിൽ എന്താണ് ഇവർ കൊണ്ടുവരുന്ന ഫെസിലിറ്റി? ഇൻ ചാറ്റ് പേയ്മെൻറ്റ്, ChatGPT തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ChatGPT വഴി തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് പേയ്പാലും ഓപ്പൺ എയും കൂടെ ഉള്ള ഈ ഒരു കൊളാബറേഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇതിലെന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ChatGPTയിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്, അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്നത് അതിൽ തന്നെ പ്രോഡക്റ്റ് സജഷൻസ് വരും. ഈ പ്രോഡക്റ്റ് ഇതിൽ തന്നെ നമുക്ക് നമ്മൾ വേറൊരു സൈറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മളൊരു പേയ്മെൻറ്റ് നമ്മുടെ വേറൊരു പ്രൊഫൈലിൽ വേറൊരു അക്കൗണ്ടിലോട്ട് പോകാതെ തന്നെ നമുക്ക് ഏതിൽ യൂസ് ചെയ്യാൻ പറ്റും? ചാറ്റിൽ കൂടെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഫെസിലിറ്റിയാണ് ഏതിൽ വരുന്നത്? ഇപ്പോൾ ഈ ഒരു കൊളാബറേഷനിലൂടെ വരുന്ന ഈ രണ്ട് എൻറ്റിറ്റീസും കൂടെ വരുന്നത്. അത്രയാണ് അതിനെക്കുറിച്ച് വരുന്നത്. അപ്പോൾ എന്താണ്? പർപ്പസ് ടു എനേബിൾ ഡിജിറ്റൽ വാലറ്റ് പേയ്മെൻറ്റ് ഡയറക്ട്ലി വിത്ത് ChatGPT. പേയ്മെൻറ്റ് ഡയറക്ട്ലി ChatGPT കൂടെ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ത്രൂ ഏതാണ്? പേയ്പാലിലെ ഡിജിറ്റൽ വാലറ്റ്. എന്നാണ് നമുക്കറിയാം. നമുക്ക് എങ്ങനെ പറയുന്നത്? ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മണി പേഴ്സ് ആണ്. ഇതാണ് നമ്മളെ വാലറ്റിലോട്ട് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് അതിൽ കൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ പേയ്പാലിൻ്റെ ഒരു ഡിജിറ്റൽ വാലറ്റ് ഉണ്ടാകും. ആ വാലറ്റ് വഴിയായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് വരുന്നത്? എന്താണ്? ഫസ്റ്റ് ഓഫ് ഇറ്റ് കൈൻഡ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത്. പേയ്പാൽ ഫസ്റ്റ് ഡിജിറ്റൽ വാലറ്റ് ഇൻറ്റഗ്രേറ്റഡ് ChatGPT. പിന്നെ എന്താണ് ഇതിൻ്റെ ഫീച്ചർ? എന്താണ്? ഇൻസ്റ്റൻറ്റ് ചെക്ക്ഔട്ട് വിയ ഏജൻറ്റ് കൊമേഴ്ഷ്യൽ പ്രോട്ടോക്കോൾ, ACP എന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അത് RBI ഒരു പ്രോട്ടോക്കോളാണ്.
ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് വരുന്നത്. പിന്നെ എന്താണ് ഇതിൽ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്താണ്? പേയ്പാൽ വിൽ ഹാൻഡിൽ റൂട്ടിംഗ് വാലിഡേഷൻ ആൻഡ് പ്രോസസ്സിംഗ് എനേബിളിംഗ്. ഇതാണ് പേയ്പാലാണ് മറ്റേ ഫിനാൻഷ്യൽ നമ്മൾ എന്ത് പറയാൻ നമ്മുടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ ചെയ്യുന്നതാണ്. അവർ വെരിഫൈ ചെയ്യും. നമ്മളൊരു കാർഡ് നമ്പർ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പം ഇവരെന്ത് ചെയ്യും? നമ്മളെ പേയ്മെൻറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലുള്ള എന്താണ് ഇവർ നമ്മളെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇത് വെരിഫൈ ചെയ്യും. ഈ ഡീറ്റെയിൽസ് എൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നാണ് ഓക്കെകൾ വെരിഫൈ ചെയ്തിട്ടായിരിക്കും OTP നമുക്ക് സെൻഡ് ചെയ്യുന്നത് നമ്മളെ നമ്പറിലോട്ട് വരുന്നത്. അതുപോലെ ഇത് എന്ത് ചെയ്യും? പേയ്പാൽ എന്ത് ചെയ്യണം? സെയിം സംഭവമാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ആദ്യം റൂട്ട് ചെയ്യും, പിന്നെ വാലിഡേറ്റ് ചെയ്യും, പിന്നെ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്താണ് ഈ പേയ്മെൻറ്റ് സക്സസ് ആക്കുന്നത്. പേവേ ലിങ്ക്ഡ് അക്കൗണ്ട്സ് ഓർ കാർഡ്സ് വിത്തൗട്ട് അഡീഷണൽ മെർച്ചൻ്റ് ഇൻറ്റഗ്രേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പേയ്മെൻറ്റ് വാലിഡിലുള്ള എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ഇതിൽ എന്താണ് പർച്ചേസ് പ്രോഡക്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, അവിടെ എന്താണ് വാലിഡിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് പോകും. അതിൽ ഇത് കാണും ഓതൻറ്റിക്കേഷൻ എന്താണ് സെക്യൂരിറ്റി കാണും, എന്തെങ്കിലും പിന്നോ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി കാണും. എന്നാലും ഡയറക്റ്റ് നമുക്ക് വേറൊരു എന്താണ് ഇപ്പോൾ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ടിലോട്ടോ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഡിപ്പെൻഡ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് എൻറ്റിറ്റീസ് വരുന്നത്? പേയ്പാലും ഓപ്പൺ ചെയ്യുകയാണ് 2 എൻറ്റിറ്റീസ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയേ ഉള്ളൂ പറയാനുള്ള. ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊക്കെയാണ് എൻറ്റിറ്റീസ് വരുന്നത്? 2 ഓർഗനൈസേഷൻസ് പേയ്പാലും ഓപ്പൺ ചെയ്യും. ഇവർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് എന്താണ്? ഇൻചാറ്റ് പേയ്മെൻറ്റ്. ChatGPT നമ്മളൊരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇത്രയാണ് ഇതിലുള്ള കാര്യം. അടുത്ത വരുന്ന ന്യൂസ് എന്താണ്? TASL എന്താണ്? ടാറ്റ സെൻറ്റർ ഫോർ എന്താണ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് TASL എന്നൊരു കമ്പനി. TASL സാഫ്രോൺ എന്താണ്? സാഫ്രോൺ ഒരു എഞ്ചിൻ മാനുഫാക്ചറിങ് എയർക്രാഫ്റ്റ് എഞ്ചിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് സാഫ്രോൺ വരുന്നത്. അവർ എന്ത് ചെയ്തു? ഒരു എയറോ എഞ്ചിൻ കമ്പോണൻറ്റ് ഫെസിലിറ്റി ആയിട്ട് എന്താണ് ഇനോഗ്രേറ്റ് ചെയ്തു. ഒരു എയറോ എഞ്ചിൻ കമ്പോണൻറ്റ് അതായത് എയറോപ്ലെയിനായിട്ട് അതായത് നമ്മൾ എയർപ്ലെയിനിൽ വരുന്ന എയർക്രാഫ്റ്റിൽ വരുന്ന എഞ്ചിൻ്റെ കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഫെസിലിറ്റി എവിടെ കൊണ്ടുവന്നു? തെലങ്കാനയിലെ അടിപറ്റ്ലയിലാണ് കൊണ്ടുവന്നത്. ആരൊക്കെയാണ് ഓർഗനൈസേഷൻസ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണ് എൻറ്റിറ്റീസ് നോക്കുക? ഏതൊക്കെയാണ്? TASL ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്, സാഫ്രൺ എന്താണ്? ഒരു എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ കമ്പോണൻസ് മാനുഫാക്ചറിങ് കമ്പനിയും കൂടെയാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഒരു ഫെസിലിറ്റി എന്താണ് ഒരു എഞ്ചിൻ കമ്പോണൻസ് ഫെസിലിറ്റി കൊണ്ടുവരുന്ന ഫെസിലിറ്റി എവിടെ കൊണ്ടുവന്നു? തെലങ്കാനയിൽ കൊണ്ടുവന്നു. എത്രയാണ് ബഡ്ജറ്റ് വരുന്നത്? 425 crore 425 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ പിന്നെ എന്താണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഏതൊക്കെ കമ്പോണൻസ് ആണ്? എയറോ എഞ്ചിൻ, റൊട്ടേറ്റിംഗ് കമ്പോണൻസ്, പ്രൊപ്പല്ലർ ഇങ്ങനത്തെ ടെക്നിക്കൽ കമ്പോണൻസ് ആണ് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട? ഏതൊക്കെ എൻറ്റിറ്റീസ് എന്നാണ് അറിഞ്ഞിരിക്കണം, ബഡ്ജറ്റ് എത്രയാണ്, എവിടെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് കൊണ്ടുവരുന്നത്, ഏതൊക്കെ എൻറ്റിറ്റീസ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും സാഫ്രോണും. എത്ര ലൊക്കേഷൻ എവിടെയാണ്? തെലങ്കാനയിലാണ് വരുന്നത്. ബഡ്ജറ്റ് എത്രയാണ്? 425 കോടിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോവുകയാണ്. അടുത്ത് വരുമ്പോൾ ഒരു സ്പോർട്സ് ബേസ്ഡ് ന്യൂസാണ്. സ്പോർട്സ് ബേസ്ഡ് ന്യൂസ് ആണ്. അതിലെന്താണ്? മെക്സിക്കൻ ഇതാണ് F1 റേസിങ്ങിനാണ് വരുന്നത്. F1 റേസിങ്ങിനെ ബേസ് ചെയ്ത ന്യൂസാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ F1 എന്താണ്? F1 കാർ റേസിങ്ങിനെ ബേസ് ചെയ്തൊരു സിനിമയാണ് F1 വന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളെ ഈ കാറിൻ്റെ Formula 1 കാർ റേസിങ്ങിൻ്റെ എന്താണ് ഓരോ സീസൺ കാണും, ഓരോ ലൊക്കേഷനിൽ ഓരോ സീസൺ കാണും. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സീസൺ കഴിഞ്ഞ ഏതാണ്? മെക്സിക്കൻ ഗ്രാൻഡ് പ്രിക്സ് ആണ് വന്നത്. അതിപ്പോൾ എവിടെ വെച്ചാൽ നടന്നത്? മെക്സിക്കോയിൽ വെച്ച് നടന്നത് മെക്സിക്കൻ ഗ്രാൻഡ് പ്രിക്സിൽ. ഇപ്പോൾ ആരാണ് വിൻ ചെയ്തത്? ലാൻഡോ നോറിസ് ആണ് വിൻ ചെയ്തത്. മെക്സിക്കൻ ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്തത്. ഇതെവിടെ വെച്ചാണ് നടന്നത്? ഓട്ടോഡ്രോം ഹെർമാനസ്, ഇതെവിടെ? മെക്സിക്കോ സിറ്റിയിലെ ഉള്ള ഒരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. വിന്നർ ആരാണ് വന്നത്? ലാൻഡോ നോറിസ് ആണ് വന്നത്. ഇത് പുള്ളിക്കാരൻ്റെ 10th വിന്നിങ്. മൊത്തം അതായത് 12 ഗ്രാൻഡ് പ്രിക്സ് ഉണ്ട്. അതിൽ പുള്ളിക്കാരൻ്റെ കരിയറിൽ മൊത്തം ഇതുവരെയുള്ള പാർട്ടിസിപ്പേഷനിൽ 10th വിൻ ഓഫ് ഹിസ് കരിയർ ആണ്. പിന്നെ സെക്കൻഡ് റണ്ണറപ്പായിട്ട് വന്നത് ചാൾസ് ലെക്രിക് ആണ് വന്നത്. തേർഡ് മാക്സ് വെർസ്റ്റാപ്പൻ ആണ് വന്നത്. പിന്നെ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ദ വിൻ മാർക്ഡ് നോറിസ് ഫസ്റ്റ് വിക്ടറി ഇൻ മെക്സിക്കോ.
പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മെക്സിക്കോ ഗ്രാൻഡ് പ്രിക്സിലെ ഫസ്റ്റ് വിക്ടറിയും കൂടെയാണ്. പിന്നെ അത് പൊസിഷൻ ആസ് ടോപ്പ് ഡ്രൈവേഴ്സ് ഇൻ F1 in 2025 സീസണിൽ. മെക്സിക്കൻ ഗ്രാൻഡ് പ്രിക്സിൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വിന്നാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പിന്നെ എന്താണ്, ഇപ്പോൾ റാങ്കിങ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ലാൻഡോ നോറിസ് ഏത് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മെക്ലാറനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഏത് നാഷണലിലേക്കാണ്? UK നാഷണലാണ് വരുന്നത്. സെക്കൻഡ് ഉള്ളത് ചാൾസ് ലെക്കാറിക്കാണ്, ഫെറാറിയാണ്. കൺട്രി എവിടെയാണ്? മൊണാക്കോ ആണ് വരുന്നത്. അതുപോലെ നമ്മളെ മാക്സ് വെസ്റ്റാപ്പിന് ഏതാണ്? റെഡ് ബുള്ളിൻ്റെ റേസറാണ് വരുന്നത്. പിന്നെ ഏതാണ്? നെതർലാൻഡിലാണ് വരുന്നത്. ഇപ്പം കറൻ്റ്ലി റേറ്റിംഗിൽ വെച്ച് നോക്കുമ്പം ഇതൊരു 2025 മാക്സ് ഇത് നമ്മുടെ മെക്സിക്കൻ GP വരുന്നതിൽ ടോപ്പ് വരുന്ന ആരാണ്? ലാൻഡോ നോറിസ് ആണ് ഫസ്റ്റ് ഉള്ളത്. സെക്കൻഡുള്ള ഓസ്കാർ പിയാസ്ട്രിയാണ് വരുന്നത്. പിന്നെ തേർഡ് മാക്സ് വെസ്റ്റപ്പൻ, ഫോർത്ത് ജോർജ് റസൽ, ഫിഫ്ത്ത് ചാർലസ് ലെക്ലറിക്കാണ് വരുന്നത്. ഇപ്പോൾ ലാൻഡോ നോറിസ് ആണ് കറൻ്റ്ലി ഫസ്റ്റ് ആയിട്ട് ടോപ്പ് പോയിന്റ് ആയിട്ട് 357 പോയിന്റുമായിട്ട് ഫസ്റ്റ് നിൽക്കുന്നത്. ഏതാണ്? ടോട്ടൽ ഇതുവരെയുള്ള മൊത്തം ഇതുവരെയുള്ള 2025 നടന്ന GPസിൽ എല്ലാത്തിലും കൂടെ നോക്കുമ്പോൾ ലാൻഡോ നോറിസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഫസ്റ്റ് ഉള്ളത്. സെക്കൻഡ് ഓസ്കാർ പിയാസ്ട്രി ഉണ്ട്, മെക്ലാറിൻ്റെ തന്നെയാണ്. തേർഡ് റെഡ് ബുള്ളിൻ്റെ നേരത്തെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മാക്സ് വെസ്റ്റപ്പൻ ഉണ്ട്. ഫോർത്ത് മെർസിഡസിൻ്റെ ജോർജ് റസൽ ഉണ്ട്. ഫിഫ്ത്ത് ഉള്ളത് കറൻ്റ്ലി ചാർലസ് ലെക്ലറിക്കാണ്, ഫെറാറിയുടെ. ലാൻഡോ നോറിസ് ടോപ്പിൽ 257 പോയിന്റായിട്ടാണ് ഫസ്റ്റ് ഉള്ളത്. സെക്കൻഡ് ഉള്ള ആൾ ഓസ്കാറിന് 356 ആണ് പോയിന്റ് ഉള്ളത് കറൻ്റ്ലി. ഓക്കെ അല്ലേ? പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിലോട്ട് വരുമ്പോൾ എന്താണ്? ഇന്റർനാഷണൽ ഷട്ടറിംഗ് അവയർനെസ് ഡേ ആണ് October 22 വരുന്നത്. എന്താണ് സ്റ്റട്ടറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇത് പറയില്ല, വിക്കൽ എന്ന് പറയില്ലേ, വിക്ക് എന്ന് പറയുന്നത് അതാണ് സ്റ്റട്ടറിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാമറിംഗ് എന്ന് പറയും. അതിൻ്റെ എന്താണ് അവയർനെസ് ഡേ ആയിട്ടാണ് October 22 അത് എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. 2025 തീമായിട്ട് എന്താണ് പറയുന്നത്? എ ഡൈവേഴ്സ് സ്റ്റട്ടറിംഗ് കമ്മ്യൂണിറ്റി മീറ്റിംഗ് ചാലഞ്ചേഴ്സ് വിത്ത് സ്ട്രെങ്സ്. ഇതിൻ്റെ ഫസ്റ്റ് ഒബ്സർവൻസ് 1998 വന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അവയർനെസ്, എംപതി ആൻഡ് ഡെസിഗ്നേഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. എന്താണ് പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് അവയർനെസ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും പിന്നെ ഏർലി ഇൻ്റർവെൻഷനും സപ്പോർട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ വരുന്ന October 22 എന്താണ്? നാഷണൽ സ്റ്റാമറിംഗ് അല്ലെങ്കിൽ സ്റ്റട്ടറിംഗ് അവയർനെസ് ഡേ ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് വന്ന ന്യൂസസ്. പിന്നെന്താണ്? BML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ത് ചെയ്തു? ഇറ്റലീസ് ടെസ്മാർക്ക് ടു ഇൻട്രൊഡ്യൂസ് സർഫസ് മൈനർ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്മൾ മൈനിങ് മെഷീൻസ്, സർഫസ് മൈനേഴ്സ്. എന്താണ് സർഫസ് മൈനേഴ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൈനിങ് ഡിവൈസ്, നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ ഡ്രില്ലിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൈനിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു മെഷീൻ കൊണ്ടുതന്നെയാണ് BMLും ഇറ്റലിയുടെ ടെസ്മാക്കും കൂടെ എന്താണ് ഒരു കൊളാബറേഷനിൽ ഒരു സർഫസ് മൈനിങ് എക്യുപ്മെൻറ്റ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ എൻറ്റിറ്റീസ് വരുന്ന? BMLും ഇറ്റലിയുടെ ടെസ്മാക്കുമാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. കാര്യം എന്താണ്? കഴിഞ്ഞ ഒരു 2-3 ക്ലാസ് മുമ്പ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒന്നും കൂടെ ന്യൂസ് വന്നുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് എന്താണ്? മേക്ക് ഇൻ ഇന്ത്യയിൽ ആത്മനിർഭർ ഭാരതിൻ്റെ ഇതിലാണ്. ഇവരെ ടെസ്മാക്ക്, ഇറ്റലിയുടെ ടെസ്മാക്കും BMLും കൂടെ ഉള്ള കൊളാബറേഷനിൽ ഇന്ത്യയിലായിരിക്കും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. വേൾഡ് ബാങ്ക് ഒരു 280 million കേരള ഹെൽത്ത് സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുത്തു. സിറ്റി ബാങ്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. മാക്സിമം കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയുക, മാക്സിമം റിവൈസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എക്സാംസ് അടുത്തുണ്ട്, അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലും നോട്ട് കീപ്പ് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്യുക. സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.